പെബിൾസ് മലയാളം. അനുസരിക്കാൻ പഠിക്കൽ. ഒരു ഗ്രാമത്തിൽ ഒരു പിടക്കോഴി ഉണ്ടായിരുന്നു. അതിന് 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ വളരെ അനുസരണമുള്ളവരായിരുന്നു. ഒരിക്കലും അവർ അമ്മയുടെ അടുത്ത് നിന്ന് മാറില്ല. പക്ഷെ മറ്റൊരു കുഞ്ഞ്, അതായത് 3ാമത്തേത്, വളരെ വികൃതിയായിരുന്നു. ചിലപ്പോൾ തനിച്ച് ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. നോക്കൂ മക്കളെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം തേടി നോക്കണം. 3ാമത്തെ കുഞ്ഞെ നീയും കേട്ടല്ലോ. അവർ കൊത്തി തിന്നും കൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തള്ളക്കോഴി അടുത്തുതന്നെ ഒരു ചോളം കണ്ടു. നോക്കൂ മക്കളെ, അവിടെ ഒരു ചോളം കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അത് തിന്നാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കും. അമ്മ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും 3ാമത്തെ കുഞ്ഞ് പതുക്കെ ചോളത്തിന്റെ അടുത്തെത്തി. അമ്മ എന്നെ നോക്കുന്നില്ല, ഞാൻ ഒരേ ഒരെണ്ണം തിന്നു നോക്കട്ടെ. കോഴിക്കുഞ്ഞ് ഒരെണ്ണം കൊത്തിയെടുത്ത് അത് വിഴുങ്ങാൻ ശ്രദ്ധിച്ചു. കണ്ടില്ലേ, ചോളം അതിന്റെ തൊണ്ടയിൽ കുടുങ്ങി. എന്റെ ദൈവമേ, നീ എന്തിനാണത് തിന്നത്? ഞാൻ മുൻപേ പറഞ്ഞതല്ലേ. ഇവിടെ നിൽക്ക്, ഞാൻ നിനക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. തള്ളക്കോഴി അടുത്തുള്ള തടാകത്തിലേക്ക് ഓടിപ്പോയി. പ്രിയപ്പെട്ട തടാകമേ, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? എന്റെ കുഞ്ഞൊരു ചോളം തിന്നു, അതവന്റെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു. കഷ്ടം തന്നെ. ഒരു പാത്രം കൊണ്ടുവരൂ, ഞാൻ നിനക്ക് വെള്ളം തരാം. അവിടെ ഇരിക്കുന്ന ഒരു വൃദ്ധയുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് അവരോട് നിനക്കൊരു പാത്രം ഉണ്ടാക്കി തരാൻ പറ. ശരി, ഞാൻ പാത്രവും കൊണ്ട് തിരിച്ചു വരാം. തള്ളക്കോഴി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന വൃദ്ധയുടെ അടുത്തേക്ക് വേഗം നടന്നു. പ്രിയപ്പെട്ട അമ്മുമ്മേ, എനിക്ക് വേണ്ടി ഒരു പാത്രം ഉണ്ടാക്കി തരാമോ? എന്നാൽ എനിക്ക്... അമ്മക്കോഴി നടന്ന കാര്യങ്ങൾ ആ വൃദ്ധയോട് പറഞ്ഞു. ഓ, എനിക്ക് സങ്കടം തോന്നുന്നു. വേഗം ഒരു വാഴയില കൊണ്ടുവരൂ. അതിനു മുൻപ് എന്റെ സൂചി എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാമോ? തള്ളക്കോഴി സൂചിക്കായി തേടി നോക്കി. സൂചി കണ്ടുപിടിച്ച ശേഷം അവർ വാഴയില കൊണ്ടുവരാനായി പോയി. പ്രിയപ്പെട്ട സുഹൃത്തെ, നീ എനിക്കൊരു ഇല തരാമോ? എന്നാൽ ആ വൃദ്ധ എനിക്കൊരു പാത്രം ഉണ്ടാക്കി തരും. തടാകം എന്റെ മകന് വെള്ളം കൊണ്ടുവരും. തള്ളക്കോഴി വീണ്ടും നടന്നതെല്ലാം വിശദമാക്കി. ഓ, കഷ്ടം തന്നെ. നീ വിഷമിക്കണ്ട, ഞാൻ ഇല തരാം. പക്ഷെ അതിനു മുമ്പായിട്ട് നീ കൃഷിക്കാരനോട് ഈ ഇലകളൊന്ന് മുറിച്ചു മാറ്റാൻ പറയുമോ? ഇതിന്റെ ഭാരം എനിക്ക് താങ്ങാൻ വയ്യ. തീർച്ചയായും ഞാൻ പറയാം. ഇങ്ങനെ പറഞ്ഞ് തള്ളക്കോഴി കൃഷിക്കാരനെ കാണാൻ വേണ്ടി ഓടി. ഏയ് കോഴി, എന്താണിത്ര ധൃതി? ഓ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. തള്ളക്കോഴി അയാളുടെ സഹായം അഭ്യർത്ഥിച്ചു. ദയവായി എന്നെ സഹായിക്കണം കൃഷിക്കാരാ. എന്റെ മകന്റെ തൊണ്ടയിൽ ഒരു ചോളമണി കുടുങ്ങിയിരിക്കുകയാണ്. ദയവായി വാഴക്കുല വെട്ടാമോ? എന്നാൽ വാഴ എനിക്ക് ഇല തരും. ഓ, ഞാൻ സഹായിക്കാം. പക്ഷെ ഒരു കാര്യം, ഒരാഴ്ച നീടുന്ന മുട്ടകളെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തരണം. അതൊരു പ്രശ്നമേ അല്ല, ഞാൻ തരാം. ഒന്ന് വേഗം വരൂ. കൃഷിക്കാരൻ വാഴക്കുല മുറിച്ചെടുത്തു. ഹാ, എന്തൊരാശ്വാസം. ഇതാ, ഈ വാഴയില നീ എടുത്തോ. 2 പേർക്കും നന്ദി. തള്ളക്കോഴി ഇലയും കൊണ്ട് വൃദ്ധയുടെ അടുത്തേക്ക് ഓടി. ഓ, നീ ഇലയും കൊണ്ട് എത്തിയല്ലേ. ഞാനൊരു പാത്രം ഉണ്ടാക്കി തരാം. പാത്രമുണ്ടാക്കിയതിൽ നന്ദി. തള്ളക്കോഴി പാത്രവും കൊണ്ട് തടാകത്തിന്റെ അടുത്തേക്ക് ഓടി. തടാകം പാത്രത്തിൽ വെള്ളം നിറച്ചു. നന്ദി തടാകമേ. തള്ളക്കോഴി വെള്ളത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കോഴിക്കുഞ്ഞ് പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചു. നിന്റെ തുക്കിൽ നിന്നത് എത്ര നന്നായി. അത് തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഞാൻ ചെയ്തത് തെറ്റാണമ്മേ. ഞാനൊരു പാഠം പഠിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ അമ്മ പറഞ്ഞത് അനുസരിക്കും. എനിക്ക് മാപ്പ് തരണം അമ്മേ. അമ്മ എന്തു പറഞ്ഞാലും അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സാരമില്ല, അത് മറന്നേക്ക്. വാ പോകാം. ഒബീഡിയന്റ്. അധികാരമുള്ളവരുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളും ശിരസ വഹിക്കുക. ചോപ്ഡ്, മുറിച്ചെടുക്കുക. റിലീഫ്, ആശ്വാസം ലഭിക്കുക. ബാബു 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ വെച്ച്
സ്റ്റുഡൻസ്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തി എന്താണെന്ന് ഓരോരുത്തരായി പറയാമോ? സർ, ഞാനൊരു വയസ്സായ മനുഷ്യനെ റോഡ് കടക്കാൻ സഹായിച്ചു. കൊള്ളാം, സർ, ഞാനൊരു മുറിവേറ്റ നായെ സഹായിച്ചു സർ. കൊള്ളാം. ബാബു, ഇനി നീയാണ് പറയേണ്ടത്. സർ, ഇന്ന് ഞാൻ മരച്ചില നട്ടു. ഇന്നലെ ചെടികൾ നനച്ചു. ഓ, അത് കൊള്ളാമല്ലോ. ചെടിക്ക് വെള്ളം നനച്ചത്രേ. ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം ചിരിച്ചു. ചിരിച്ചത് മതി. നിങ്ങളെക്കാളെല്ലാം മികച്ച പ്രവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ധാരാളം കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. പകരം നമ്മൾ അതിനെ നശിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കായി എണ്ണമില്ലാത്ത മരങ്ങൾ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്നു മുതൽ എല്ലാവരും വീട്ടിൽ ഒരു നല്ല ചെടി നട്ടുവളർത്തുവാൻ തീരുമാനിക്കണം. ക്ഷമിക്കണം സർ, ഇന്നു മുതൽ ഞങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയ്ക്ക് പതിവായി വെള്ളം നനയ്ക്കാം. സർവൈവൽ, ജീവനോടെ ഇരിക്കുന്ന അവസ്ഥ. സാപ്ലിംഗ്, ചെറിയ മരം. പപ്പ്, നായ, ചെന്നായ തുടങ്ങിയ പല മൃഗങ്ങളുടെയും കുട്ടികൾ. വ്യത്യസ്തരാവുക. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ ഭക്ഷണം തേടി കാട്ടിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു. അവൻ നടന്ന് ഒടുവിൽ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. കുറുക്കൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിയിരുന്നു. ഹാവൂ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. പക്ഷേ നായ്ക്കൾ എന്നെ ആക്രമിക്കാതിരുന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് കുറുക്കൻ ആപത്ത് മനസ്സിലാക്കി. അവൻ നായ്ക്കളുടെ കുര കേട്ടു. ഓ, അവറ്റകൾ എന്റെ മണം പിടിച്ചിരിക്കുന്നു. ഏത് നിമിഷവും അവറ്റകൾ ഇവിടെ എത്തും. അതിനു മുമ്പ് ഞാൻ എവിടെയെങ്കിലും ഒളിക്കണം. അതെ, അവിടെ ഒരു വലിയ വീപ്പ കാണുന്നു. ഞാൻ അതിനകത്തേക്ക് ചാടാൻ പോവുക, എങ്കിലേ രക്ഷയുള്ളൂ. അങ്ങനെ കുറുക്കൻ നീല ചായം നിറച്ചിരുന്ന വീപ്പയ്ക്കകത്തേക്ക് ചാടി. ഞാനിവിടെ കുറച്ചുനേരം മറഞ്ഞിരിക്കും. പേടിച്ചരണ്ട കുറുക്കൻ വീപ്പയ്ക്കകത്ത് തന്നെ ഇരുന്നു. നായ്ക്കൾ പോയെന്ന് ഉറപ്പുവരുന്നതുവരെ അവിടെ ഇരുന്നു. എന്നിട്ട് പതുക്കെ അവൻ ചായം നിറച്ച വീപ്പയിൽ നിന്നും പുറത്തു വന്നു. അവൻ സ്വയം അതിശയിച്ചുപോയി. ഞാൻ നീല നിറമായിരിക്കുന്നു. എന്റെ ചെവികളും എന്റെ മൂക്കും, എന്റെ വാലും നീല നിറമായിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യുക? അവൻ പതുക്കെ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അടുത്ത ദിവസം നേരം വെളുത്തു. അവനെ കണ്ട മൃഗങ്ങളെല്ലാം പെട്ടെന്ന് പുറകോട്ടു മാറി. എന്നിട്ട് പേടിച്ചോടാൻ തുടങ്ങി. ആ, അവർക്കെല്ലാം എന്നെ പേടിയാ. ഈ അവസരം ഞാൻ എങ്ങനെയെങ്കിലും മുതലെടുക്കും. ഇവരോട് നയത്തിൽ പെരുമാറാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? തിരിച്ചു വാ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. മൃഗങ്ങൾ മടിച്ചു നിന്നു. ഓട്ടം നിർത്തി. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മൃഗങ്ങൾ കുറുക്കന്റെ അരികിൽ കൂടി നിന്നു. നിങ്ങൾ എന്നെയും എന്റെ രൂപത്തെയും പേടിക്കരുത്. എന്റെ അടുത്ത് നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ രാജാവാകാൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാ. ഞാനൊരു പ്രത്യേകതരം മൃഗമാ. നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. മഹാരാജാവേ, അങ്ങ് ഞങ്ങളുടെ രാജാവാകുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കൃതാർത്ഥതയോടെ ഞങ്ങൾ താങ്കളെ സ്വീകരിക്കുന്നു. താങ്കളെ ഇവിടേക്ക് അയച്ചതിന് ദൈവത്തിന് നന്ദി. അങ്ങയെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായി അങ്ങ് പറഞ്ഞാലും. മഹാരാജാവിനെ നിങ്ങൾ പരിപാലിക്കണം. എനിക്കാവശ്യമായ സൗകര്യങ്ങളും ഭക്ഷണവും കൊണ്ടുവന്നു തരണം. അത് എല്ലാവരുടെയും കടമയാണ്. തീർച്ചയായും മഹാരാജാവേ, താങ്കളുടെ സൗകര്യത്തിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾ വേറെ എന്തൊക്കെയാണ് അവിടത്തേക്കായി ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും രാജാവിനോട് വിശ്വസ്തരായിരിക്കണം. അപ്പോൾ രാജാവ് നിങ്ങളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കും. ആ നിമിഷം മുതൽ എല്ലാ മൃഗങ്ങളും തങ്ങളുടെ മഹാരാജാവിനെ നന്നായി പരിപാലിച്ചു. കുറുക്കൻ ശരിക്കും ഒരു രാജാവിനെ പോലെ ജീവിച്ചു. ദിവസവും മൃഗങ്ങൾ പ്രശ്നങ്ങളുമായി അവന്റെ അടുക്കൽ എത്തും. ഒരു ദിവസം രാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ എന്താണൊരു ശബ്ദം കേൾക്കുന്നത്? അത് കുറുക്കന്മാർ ഓലയിടുന്നതാണ്. ഓ, കുറെ വർഷങ്ങൾക്ക് ശേഷമാ എന്റെ വംശത്തിലുള്ളവരുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്.
ആ ശബ്ദം കേട്ടപ്പോൾ അവൻ അതിയായി സന്തോഷിച്ചു. അവന്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറഞ്ഞു. പഴയകാലത്തെ ഓർമ്മകൾ കുറുക്കന്റെ മനസ്സിലേക്ക് ഓടിക്കയറി. സന്തോഷത്തിനിടയിൽ താനൊരു രാജാവാണെന്ന കാര്യം തന്നെ അവൻ മറന്നു. എന്നിട്ട് ആ നീലക്കുറുക്കൻ തന്റെ തല ഉയർത്തി ഓലിയിടാൻ തുടങ്ങി. അവൻ ഓലിയിടുന്നു. അവൻ വെറും ഒരു സാധാരണ കുറുക്കനാണ്. അതെ, അവൻ നമ്മെ ചതിച്ചു. അവനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ അവനെ കഷ്ണം കഷ്ണങ്ങളായി പിച്ചി ചീന്തും. അയ്യോ, ഞാൻ കുടുങ്ങി. അയ്യോ, രക്ഷപ്പെടുത്തേ ദൈവമേ. തന്ത്രശാലിയായ കുറുക്കൻ പരിതസ്ഥിതി മനസ്സിലാക്കി ഉടനെ അവൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവിടെ നിന്നും ഓടി. അസ്റ്റോണിഷ്ഡ്, അത്ഭുതപ്പെടുക. ഹെസിറ്റേറ്റ്, ഉറപ്പില്ലായ്മ കാരണം മടിച്ചു നിൽക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയും കൃതാർത്ഥതയും പ്രകടിപ്പിക്കുക. പെബിൾസ് മലയാളം.